ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് വീടിന് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കാണാവേ കേട്ടോ. ചോറ് തുറക്കുമ്പം തന്നെ തോട്ടിൽ കൂടെ വെള്ളം ഒഴുകുന്നതാണ്. ഇത്രയും വ്യത്യാസമേ ഉള്ളൂ തോടും വീടുമായിട്ട് കേട്ടോ. ഇപ്പം തോട്ടിലൊക്കെ നിറച്ച് വെള്ളമായി, മഴ പെയ്തുകൊണ്ട്. നല്ല മഴയാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഇറങ്ങുന്നതിൻ്റെ സൈഡ് വരെ വെള്ളം കയറും. എനിക്ക് കുറച്ച് കോഴികളൊക്കെ ഉണ്ട്, അതുങ്ങളെ നോക്കി, പിന്നെ കുറച്ച് പച്ചക്കറി, അങ്ങനെയുള്ള ഓരോ ചെറിയ ചെറിയ പരിപാടി. കോവലാണ്, കോവയ്ക്കെല്ലാം പറിച്ചു. പിന്നെ അവിടെ വഴുതനങ്ങയുണ്ട്, വഴുതനങ്ങയുണ്ട്, കാന്താരി ഉണ്ട്, വെള്ള കാന്താരി ഉണ്ട്. പൂവിട്ടിട്ട് ആകുന്നതേ ഉള്ളൂ. ഇപ്പം 2-3 ഉള്ളൂ, കുറച്ച് വലുതൊക്കെ, ബാക്കിയൊക്കെ ചെറുതാ. നിറച്ചാകുമ്പോൾ കാണിച്ചു തരാട്ടാ. ഈ ചീരയ്ക്ക് എന്താ നിങ്ങളുടെ നാട്ടിൽ പറയുന്നത്? നമ്മളിവിടെ പറയുന്നത് വേലിച്ചീര എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അവിടെ എന്താ ഈ ചീരയ്ക്ക് പറയുക? ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോവാണേ. പെരുമ്പന്ന സ്കൂളിലേക്കുള്ള റോഡാട്ടോ ഇത്. ഇതിലെ നേരെ ചെന്നാൽ പെരുമ്പന്ന സ്കൂളിൻ്റെ അവിടെ എത്തും. സർക്കാർ സ്കൂളില്ലേ, അവിടെ വരെ നേരെ അങ്ങോട്ടുള്ള റോഡാണ്. എൻ്റെ വീട്ടിൽ പോയി തിരിച്ച് വീട്ടിലേക്ക് നടക്കാനാണ്. ഇറക്കാം, കോൺക്രീറ്റ് റോഡാണ്. ഇങ്ങനെ നടന്ന് പോവുകയാണ്. നമ്മുടെ ഇവിടെ ഉണ്ട് ജിയോൻ്റെ ഒരു ട്രാൻസ്ഫോമർ. കാണുന്നുണ്ടോ? കാണാറില്ല. ഞാൻ പോകുമ്പോൾ അവിടെ എന്തോ പണിയെടുക്കുന്നു. ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു, അവർ പോയി. വലിയ ട്രാൻസ്ഫോമറാണ്. ജീവൻ്റെ എന്താ ചക്കയൊക്കെ കണ്ടോ? ഓരോ വീടിൻ്റെ മുറ്റത്തൊക്കെ എത്രയാ ചക്കയൊക്കെ വീണ അടിയല. അടുത്ത് വീടുകളാണ്, വലിയ വലിയ വീടുകളൊന്നുമല്ല, ചെറിയ ചെറിയ വീടുകൾ. റോഡിട്ടത് ഷീറ്റ് കൂടും. ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു വാർപ്പ് വീട്. വീടിൻ്റെ മുറ്റത്ത്